Okay, consumer cooperative stores are. A consumer cooperative store is a large-scale retail shop owned, managed and controlled by consumers themselves under cooperative principles. അപ്പോൾ കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൺസ്യൂമേഴ്സിൻ്റെ സഹകരണ സംഘമാണ് അല്ലേ. ലാർജ് റീറ്റെയിൽ ഷോപ്പ് ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ കൺട്രോൾഡ് ബൈ കൺസ്യൂമേഴ്സിൻ്റെ നിയന്ത്രണത്തിലും ആണ് ഇതിൻ്റെ പ്രവർത്തനവും ഒക്കെ നടക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അത് ഏതിൻ്റെ പ്രിൻസിപ്പിളാണ്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ, സഹകരണ സംഘ നിയമത്തിനനുസരിച്ചായിരിക്കും ഈ കൺസ്യൂമർ സ്റ്റോഴ്സ് പ്രവർത്തിക്കുന്നത്. It is a voluntary association of consumers belong to middle and low income groups for the purpose of supplying pure and unadulterated goods to its members at fair prices. അപ്പോൾ ഈ സൊസൈറ്റിയിൽ മെമ്പറായിട്ടുള്ളവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അൺഅഡൾട്ടേഡ് ആയിട്ടുള്ള പ്യുവർ ഗുഡ്സ്, ക്വാളിറ്റി ഗുഡ്സ് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫോംഡ് പ്രൈമർലി ഫോർ പർപ്പസ് ഓഫ് എലിമിനേറ്റിംഗ് മിഡിൽ മെൻ. ഇടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ കൺസ്യൂമർ സ്റ്റോറുകൾ വഴിയും ഗുഡ്സ് വിറ്റഴിക്കുന്നത്. ഈസ് പ്രൈമറി മോട്ടീവ് ഈസ് സർവീസ്, പ്രോഫിറ്റ് മേക്കിംഗ് ഈസ് ഓൺലി സെക്കൻഡറി. അപ്പോൾ ഈ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റോറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മെയിൻ മോട്ടീവ് ഈസ് ടു സർവീസ് ടു മെമ്പേഴ്സാണ്, സെക്കൻഡറി ഈസ് പ്രോഫിറ്റാണ്. അപ്പോൾ ഫസ്റ്റ് പ്രൈമറി മോട്ടീവ് ഈസ് സർവീസ് ടു മെമ്പേഴ്സ്, സെക്കൻഡറി പ്രോഫിറ്റ് ആണ്. ഓക്കെ, ഇവിടെ പ്രോഫിറ്റ് സെക്കൻഡറി ആണെന്നുള്ളതാണ്. പ്രോഫിറ്റ് ഇഫ് എനി വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ മെമ്പേഴ്സ് ഇൻ പ്രൊപ്പോർഷൻ ടു ദ പർച്ചേസ് മെയ്ഡ് ബൈ ദം. അപ്പോൾ ഈ പ്രോഫിറ്റ് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, മെമ്പേഴ്സിന് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അവർ പർച്ചേസ് ചെയ്തതിൻ്റെ പ്രൊപ്പോർഷൻ അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ടോ ഈ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു മെമ്പേഴ്സാണ്. മനസ്സിലായി? അപ്പോൾ കൺസ്യൂമർ സ്റ്റോഴ്സ് ഗെറ്റ് എനി പ്രോഫിറ്റ്, ദാറ്റ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു മെമ്പേഴ്സാണ്. മെമ്പേഴ്സിന് തന്നെ എന്ത് ചെയ്യുന്നു? ആ എമൗണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സ്റ്റോർ ജനറലി സെയിൽസ് ഗുഡ്സ് ഓൺ ക്യാഷ് ബേസിസ്. കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോറുകളും ഗുഡ്സ് വിൽക്കുന്നത് ക്യാഷ് ബേസിസിലാണ്. ആസ് ദ ഗുഡ്സ് ആർ ജനറലി സോൾഡ് ടു ഇറ്റ്സ് മെമ്പേഴ്സ്, എ കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർ നീഡ്സ് നോട്ട് സ്പെൻഡ് എ ഹ്യൂജ് എമൗണ്ട് ഓൺ അഡ്വർടൈസ്മെൻറ്റ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇവിടെ ഗുഡ്സ് ജനറലി സോൾഡ് ഇറ്റ്സ് മെമ്പേഴ്സാണ്. അപ്പോൾ ഇവിടെ സൊസൈറ്റിയിലെ മെമ്പേഴ്സിന് തന്നെയാണ് ഗുഡ്സ് വിൽക്കുന്നത്. സോ ദ കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സ്റ്റോർ നീഡ് നോട്ട് സ്പെൻഡ് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ട? അഡ്വർടൈസ്മെൻറ്റ് ഹ്യൂജ് എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല അല്ലേ. But there is no need for spending huge amount for advertisement because the consumers, the members are the consumers of the society. അല്ലേ? അപ്പോൾ മെമ്പേഴ്സ് തന്നെയാണ് ഈ സൊസൈറ്റിയിലെ കൺസ്യൂമേഴ്സ്, അവർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഇത് പർച്ചേസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇറ്റ് ബൈസ് ഗുഡ്സ് ഫ്രം പ്രൊഡ്യൂസേഴ്സ് ഡയറക്റ്റ് ആൻഡ് ദെയർഫോർ ഇറ്റ് ക്യാൻ സെൽ ഗുഡ്സ് അറ്റ് ഫെയർ പ്രൈസസ്. അപ്പോൾ ബൈ ഗുഡ്സ് ഫ്രം പ്രൊഡ്യൂസേഴ്സ്, ഉൽപ്പാദകരിൽ നിന്ന് ഈ ഗുഡ്സ് വാങ്ങിക്കുന്നു ഡയറക്റ്റ്, ആൻഡ് ദെയർഫോർ ഇറ്റ് ക്യാൻ സെൽ ഗുഡ്സ് ടു ഫെയർ പ്രൈസസ് ആണ്. അപ്പോൾ ഇവിടെ ഉപഭോക്താവ് ഗുഡ്സ് പ്രൊഡ്യൂസറിൽ നിന്ന് ഗുഡ്സ് വാങ്ങിച്ച് ഡയറക്റ്റ് കൺസ്യൂമേഴ്സ് തന്നെ ഡയറക്റ്റ് സെല് ചെയ്യുന്ന രീതിയാണ് ഈ പറയുന്ന കൺസ്യൂമർ സ്റ്റോർ വഴി ചെയ്യുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടോ? ഈസി ഓഫ് ഫോർമേഷനാണ്. ഈ പറയുന്ന കൺസ്യൂമർ സ്റ്റോഴ്സ് ഫോം ചെയ്യാൻ ഈസിയാണ്. 10 people ക്യാൻ കം ടുഗദർ ടു ഫോം എ സൊസൈറ്റീസ് ആൻഡ് ഗെറ്റ് ദംസംസ് രജിസ്റ്റേർഡ് വിത്ത് ദ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് മിനിമം ഫോർമാറ്റ്. കേട്ടോ, ഒരു 10 വ്യക്തികളുടെ ആവശ്യമുള്ളൂ കൺസ്യൂമർ ഈ പറയുന്ന കോപ്പറേറ്റീവ് സംഘങ്ങൾ രൂപീകരിക്കാൻ. രജിസ്ട്രാറിൽ നിന്ന് എന്ത് ചെയ്ത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും, നമുക്ക് രജിസ്റ്റർ ചെയ്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി ആരംഭിക്കാം. 2, ലിമിറ്റഡ് ലയബിലിറ്റിയാണ്. ദ ലയബിലിറ്റി മെമ്പർ ഈസ് ലിമിറ്റഡ് ഓൺലി ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ്റെ അനുസരിച്ചുള്ള ലയബിലിറ്റി ഉള്ളൂ. അപ്പോൾ ഇവിടെ ലയബിലിറ്റി വളരെ ലിമിറ്റഡ് ആണ്. പിന്നെ ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റാണ് അല്ലേ, അതൊരു അഡ്വാൻറ്റേജാണ്. കാരണം നമുക്കറിയാം ജനാധിപത്യ രീതിയിലുള്ള ഭരണമാണ് ഇവിടെ നടക്കുന്നത്. ഇറ്റ്സ് മാനേജ്ഡ് ഇൻ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾ. ദിസ് ഇൻഡ്യൂസ് ദ മെമ്പേഴ്സ് ടു പുട്ട് ഇൻ ദെയർ സ്വീറ്റ് ആൻഡ് ബ്ലഡ് ടു ദ എഫിഷ്യൻറ്റ് ഫങ്ഷനിങ് ഓഫ് ദ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ്. നമുക്കറിയാം അതുകൊണ്ട് ഇവിടുത്തെ മെമ്പേഴ്സ് എന്ത് ചെയ്യും? ഡെമോക്രാറ്റിക് രീതിയാണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപൃതരാവുകയും സൊസൈറ്റിയെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരുന്നതിനും അതിനെ കൂടുതൽ വളർത്തിക്കൊണ്ട് വരുന്നതിന് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്, ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ് രീതി ആയതുകൊണ്ട്. അടുത്ത ലോവർ പ്രൈസസ് ആയിരിക്കും. കൺസ്യൂമേഴ്സ് ആർ പ്രൊവൈഡ് വിത്ത് എ ക്വാളിറ്റി ഗുഡ്സ് അറ്റ് റീസോൾവ് പ്രൈസാണ്. കൺസ്യൂമേഴ്സിന് ക്വാളിറ്റി ഗുഡ്സ് റീസോൾവ് പ്രൈസിലാണ് കിട്ടുന്നത്. ഇറ്റ് ഓൾസോ എലിമിനേറ്റ് മിഡിൽ മെൻ ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ബൈ മേക്കിംഗ് ഡയറക്റ്റ് പർച്ചേസ് ഫ്രം ദ മാനുഫാക്ചർ ഓർ ഹോൾസെയിൽ. നമുക്കറിയാം ഇവിടെ എലിമിനേറ്റ് മിഡിൽമെനെ ഒഴിവാക്കുന്നുണ്ട്. കാരണം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ബൈ മേക്കിംഗ് ഡയറക്റ്റ് പർച്ചേസ് ഫ്രം ദ മാനുഫാക്ചർ ഓർ ഹോൾസെയിലാണ്. കാരണം നമുക്കറിയാം കൺസ്യൂമർ സ്റ്റോഴ്സ് ഡയറക്റ്റ്ലി പർച്ചേസ് ഗുഡ്സ് ഫ്രം പ്രൊഡ്യൂസർ ഓർ മാനുഫാക്ചർ ആൻഡ് സെൽ ടു ദ കൺസ്യൂമേഴ്സാണ്, മെമ്പേഴ്സ് ഓഫ് ദ കൺസ്യൂമർ സ്റ്റോഴ്സാണ്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു പ്രൈസ്. സോ ദ പ്രൈസസ് ഓഫ് ഗുഡ്സ് ഈസ് ലോ. ഓക്കെ, കമ്പയർ ടു ഓപ്പൺ മാർക്കറ്റ്. ഓപ്പൺ മാർക്കറ്റ് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രൈസ് ഓഫ് ഗുഡ്സ് എന്തായിരിക്കും? വളരെ ലോ ആയിരിക്കും. ബെറ്റർ ക്വാളിറ്റി ഗുഡ്സ് ആയിരിക്കും ഈ സ്റ്റോറിൽ നിന്ന് കിട്ടുന്നത്. അടുത്ത ക്യാഷ് സെയിലാണ്. ക്യാഷ് സെയിൽസ് മേക്ക് ദം റെഡ്യൂസ് ദ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. അപ്പോൾ ക്യാഷ് സെയിൽസ് ആണ്, അതുകൊണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ഇവിടെ കുറയ്ക്കും. ദെയർ ഈസ് നോ ചാൻസ് ഓഫ് ബാഡ് ഡെറ്റ്. അപ്പോൾ നമുക്കറിയാം ഓൾ ദ ട്രാൻസാക്ഷൻസ് ആർ മെയിൻലി ഓൺ ക്യാഷ് ബേസിസ്. സോ ബാഡ് ഡെറ്റ്
പ്രോബ്ലംസ് ആർ അവോയ്ഡഡ്. ബാഡ് ഡെപ്റ്റ്സ് എന്ന് പറയുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഇവിടെ അവോയ്ഡ് ചെയ്യാൻ കഴിയുന്നുള്ളത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇത് കൺവീനിയൻറ്റ് ലൊക്കേഷനാണ്. ലൊക്കേറ്റഡ് അറ്റ് കൺവീനിയൻറ്റ് പബ്ലിക് പ്ലേസസ്, ഇറ്റ് ഗീവ്സ് ആക്സസ് ടു മെമ്പേഴ്സ് ആൻഡ് അതേഴ്സ് who buy their good products at their requirement. അപ്പോൾ കൺവീനിയൻറ്റ് പ്ലേസിലായിരിക്കും ഈ കൺസ്യൂമർ സ്റ്റോഴ്സ് എന്ത് ചെയ്യുന്നത്, ലൊക്കേറ്റ് ചെയ്യുന്നില്ലേ. കൺസ്യൂമർ സ്റ്റോഴ്സ് ആർ ലൊക്കേറ്റ് ഓൺ ദ കൺവീനിയൻറ്റ് പ്ലേസസ് ഓഫ് ദ ബിസിനസ്. കൺവീനിയൻറ്റ് പ്ലേസസ് ആണ്. സോ ദ പെക്യുലാരിറ്റീസ് ഓർ മെമ്പേഴ്സ് ക്യാൻ പർച്ചേസ് ഗുഡ്സ് കൺവീനിയൻ്റ്ലി ഓർ ദെയർ റിക്വയർമെൻറ്റ് ആണ്. അപ്പോൾ അവർക്കുള്ള റിക്വയർമെൻറ്റ് അനുസരിച്ച് കൺവീനിയൻ്റ് ആയിട്ട് ഗുഡ്സ് പർച്ചേസ് ചെയ്യാൻ ഈ പറയുന്ന കൺസ്യൂമർ സ്റ്റോഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുള്ളത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇനി പറഞ്ഞാൽ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ലാക്ക് ഓഫ് ഇനിഷ്യേറ്റീവ് ആണ്. Persons who manage work on honorary basis and hence there is a lack of initiative and motivation on their part. ഇവിടെ ജസ്റ്റ് ഹോണറേറിയമാണ് കൊടുക്കുന്നത്. സൊസൈറ്റികൾ ഗീവ് എ ഹോണറേറിയം ടു മെമ്പേഴ്സ് ആണ്. സോ ലാക്ക് ഓഫ് ഇനിഷ്യേറ്റീവ്സ് ഫീലിംഗ് ഓൺ മെമ്പേഴ്സ് ഓർ പേഴ്സൺസിനകത്ത് മെമ്പേഴ്സിന് ഇനിഷ്യേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോബ്ലങ്ങളുണ്ട്. ആക്റ്റീവായിട്ട് ഒരു വർക്ക് ചെയ്യില്ല എന്നുള്ളൊരു പോരായ്മയാണ്. അടുത്ത ഷോർട്ടേജ് ഓഫ് ഫണ്ടാണ്. നമുക്കറിയാം ലിമിറ്റഡ് ഫണ്ടല്ലേ, ലിമിറ്റഡ് ക്യാപിറ്റലിന് ആവശ്യമല്ലേ ഉള്ളൂ. ലെസ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഈസ് നെസസറി ഫോർ ഫോമിങ് കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്മൾ പഠിച്ചു. അപ്പോൾ അതൊരു ഫണ്ടിൻ്റെ അവൈലബിലിറ്റി ഇവിടെ ഷോർട്ടേജ് ഉണ്ട്. ദ പ്രൈമറി സോഴ്സ് ഓഫ് ഫണ്ട് ഈസ് ദ മണി റേസ്ഡ് ഫ്രം ദ മെമ്പേഴ്സ് ബൈ ഇഷ്യൂ ഓഫ് ഷെയർസ് വിച്ച് ഇസ് ലിമിറ്റഡ്. നമുക്കറിയാം സൊസൈറ്റികൾ ഫണ്ട് റേസ് ചെയ്യുന്നത് എങ്ങനെയാണ്, സൊസൈറ്റി ഇഷ്യൂ ഷെയർസ് ടു മെമ്പേഴ്സാണ്. അപ്പം മെമ്പേഴ്സ് ബൈ ദ ഷെയർസ് ഫ്രം ഷെയർസ് ആൻഡ് ഗീവ് എ എമൗണ്ട് ടു ദാറ്റ് എമൗണ്ട് ആണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആ ഒരു എമൗണ്ട് മെമ്പേഴ്സിൻ്റെ ഷെയറിൽ നിന്ന് കിട്ടുന്ന എമൗണ്ടാണ് ഇവിടെ നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദെർഫോർ ഷോർട്ടേജ് ഓഫ് ഫണ്ട് അഡ്വൈസ്ലി അഫക്റ്റ് ദ ഫങ്ഷനിങ്. അപ്പോൾ ഇവിടെ ഷോർട്ടേജ് ഫണ്ട് എന്ന് പറയുന്ന ഒരു പോരായ്മയാണ്. കാരണം ലിറ്റിൽ എമൗണ്ട് കളക്റ്റഡ് ഫ്രം ദ മെമ്പേഴ്സാണ്. സോ ലിമിറ്റഡ് എമൗണ്ട് ഓർ ലിമിറ്റഡ് ക്യാപിറ്റൽ. സോ ദ ഷോർട്ടേജ് ഓഫ് ഫണ്ട് ഈസ് ദ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദ ഓപ്പറേഷൻ ഓഫ് ദ സൊസൈറ്റി. കാരണം ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ഫണ്ടേ ഉള്ളൂ, അത് സ്മൂത്ത് ഫങ്ഷനിങ്ങിനെ അഫക്റ്റ് ചെയ്യും. അതൊരു പോരായ്മയാണ്. പിന്നെ ലാക്ക് ഓഫ് പാട്രണേജ് ആണ്. മെമ്പേഴ്സ് ജനറലി ഡോണ്ട് പാട്രണൈസ് ദ സ്റ്റോഴ്സ് റെഗുലർലി, ഹെൻസ് ഇറ്റ് സ്റ്റോഴ്സ് കനോട്ട് ഓപ്പറേറ്റ് സക്സസ്ഫുള്ളി. കാരണം ഇവർ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വരത്തില്ല. അപ്പം സൊസൈറ്റികൾ അല്ലെങ്കിൽ സ്റ്റോറുകൾ സ്മൂത്തായിട്ട് ഫങ്ഷൻ ചെയ്യണമെന്നില്ല, അതൊരു പോരായ്മയാണ്. പിന്നെ ലാക്ക് ഓഫ് ബിസിനസ് ട്രെയിനിങ് ആണ്. ലാക്ക് ഓഫ് ബിസിനസ് ട്രെയിനിങ്, എബിലിറ്റി ഓർ എക്സ്പീരിയൻസ് ഓഫ് ദ പേഴ്സണൽ മാനേജിങ് ദ അഫയേഴ്സ് പുട്ട് ടു കോപ്പറേറ്റ് സ്റ്റോഴ്സിൻ്റെ ഡിഫിക്കൽട്ട്. നമുക്കറിയാം ബിസിനസ് ട്രെയിനിങ് ഇവർക്ക് കിട്ടുന്നില്ലല്ലോ. അപ്പോൾ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റീസ് കനോട്ട് ഗെറ്റ് എ ബിസിനസ് ട്രെയിനിങ്. സോ ദ ഡെയിലി ഫങ്ഷനിങ് ഓഫ് ദ സൊസൈറ്റി. അതുകൊണ്ട് നമുക്കറിയാം ഡെയിലി ഫങ്ഷനിങ് അഫക്റ്റ് ദ ഡെയിലി ഫങ്ഷനിങ് ഓഫ് ദ സൊസൈറ്റി. ഡെയിലി ഫങ്ഷനിങ്ങിനെ അഫക്റ്റ് ചെയ്യും. ബിസിനസ് ട്രെയിനിങ് ഈസ് നീഡഡ് ഫോർ സ്മൂത്ത് ഫങ്ഷനിങ് ഓർ സക്സസ് ഓഫ് എവറി ബിസിനസ്. ദർ ഈസ് നോ ഗെറ്റ് എ lack of problem to face the society to smooth training facilities given to members. നമുക്കറിയാം ഒരു സ്മൂത്ത് ട്രെയിനിങ് ഫെസിലിറ്റി മെമ്പേഴ്സിന് ഇവിടെ കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് ഒരു പ്രോബ്ലം ഇവിടെ എറൈസ് ചെയ്യും അല്ലേ. എങ്ങനെ ഈ സൊസൈറ്റി റൺ ചെയ്യണം, സ്മൂത്തായിട്ട് റൺ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള പോരായ്മകളുണ്ട്. അപ്പോൾ സ്മൂത്തായിട്ടുള്ള അല്ലെങ്കിൽ ബെറ്റർ ട്രെയിനിങ് ഈസ് നീഡഡ് ഫോർ എവറി സക്സസ് ഓഫ് ദ ബിസിനസ്സാണ്. ഏതൊരു ബിസിനസ് സക്സസ് ചെയ്യുന്നതിന് സ്മൂത്ത് ട്രെയിനിങ് ഈസ് നെസസറി അല്ലേ. നന്നായിട്ടുള്ള ട്രെയിനിങ് വേണം. അപ്പോൾ നമുക്കറിയാം ലാക്ക് ഓഫ് ട്രെയിനിങ് ഈസ് ദ മെയിൻ പ്രോബ്ലം ഓഫ് സ്മൂത്ത് റണ്ണിങ് ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റികൾ സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നതിനുള്ള ഏറ്റവും മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ട്രെയിനിങ് ആണെന്നുള്ളതാണ് പറയാം. ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ പോരായ്മയായിട്ട് പറയാം. ഇനി സൂപ്പർ മാർക്കറ്റ്സുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. സൂപ്പർ മാർക്കറ്റ്സ് എന്താണെന്ന് പറയുന്നത്. സൂപ്പർ മാർക്കറ്റ്സ് ആർ ലാർജ് റീറ്റെയിൽ സ്റ്റോഴ്സ് സെല്ലിംഗ് വൈഡ് വെറൈറ്റി ഓഫ് കൺസ്യൂമർ ഗുഡ്സ് ഓൺ ദ ബേസ് ഓഫ് ലോ പ്രൈസ് അപ്പീൽ ആൻഡ് സെൽഫ് സർവീസ് സ്റ്റൈൽ അണ്ടർ വൺ റൂഫാണ്. നമുക്കറിയാം സെൽഫ് സർവീസ് സ്റ്റൈലിലാണ് ഈ സൂപ്പർ മാർക്കറ്റുകൾ അല്ലേ. നമ്മൾ ചെന്ന് നമുക്ക് ആവശ്യമുള്ള ഗുഡ്സ് എന്ത് എടുത്തുകൊണ്ട് വന്ന് ബില്ല് ചെയ്യിക്കുന്ന രീതിയാണ്. അപ്പോൾ അവർക്കുള്ള റീറ്റെയിൽ പ്രൈസിൽ ലോ പ്രൈസിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഗുഡ്സ് കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ്. നമ്മുടെ സെൽഫ് സർവീസിലൂടെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന രീതിയാണ് ഈ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത്. അത് വൺ റൂഫിൽ ഒരുമാതിരിപ്പെട്ട എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് വൈഡ് വെറൈറ്റി ഓഫ് ഗുഡ്സും അവൈലബിൾ ആയിരിക്കും. എ സൂപ്പർ മാർക്കറ്റ് ഡീൽസ് innumerable products including grocery, fruits, soup, vegetables, confectionaries, dairy products, utensils, cloth, household items, medicines, etc. നമുക്കറിയാം സൂപ്പർ മാർക്കറ്റ് ഈ പറയുന്ന വൈഡ് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് ആകുമ്പോൾ ഈ പറയുന്ന ഐറ്റംസ് എല്ലാം ഉണ്ടാവും. എ യൂണിക് ഫീച്ചേഴ്സ് ഓഫ് സൂപ്പർ മാർക്കറ്റ് ഈസ് ആബ്സെൻസ് ഓഫ് സെയിൽസ്മാൻ ടു സെർവ് ദ കൺസ്യൂമർ. കൺസ്യൂമേഴ്സ് സേവ് ചെയ്യാൻ അല്ലെങ്കിൽ സർവീസ് ചെയ്യാൻ അവിടെ സെയിൽസ്മാൻ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പോരായ്മ. ഹെൻസ് ദീസ് റീറ്റെയിൽ സ്റ്റോഴ്സ് ആർ ഓൾസോ റീറ്റെയിൽ സ്റ്റോഴ്സ് ആർ ഓൾസോ കാൾഡ് സെൽഫ് സർവീസ് സ്റ്റോഴ്സ്. അതുകൊണ്ട് സൂപ്പർ മാർക്കറ്റുകൾ നമ്മൾ വിളിക്കുന്ന സെൽഫ് സർവീസ് സ്റ്റോഴ്സ് എന്നല്ലേ. സൂപ്പർ മാർക്കറ്റ്സ് ആർ ജനറലി ലൊക്കേറ്റഡ് അറ്റ് ദ മെയിൻ ഷോപ്പിംഗ് സെൻറ്റർ ആയിരിക്കും. സൂപ്പർ മാർക്കറ്റിൽ എപ്പോഴും മെയിൻ ഷോപ്പിംഗ് സെൻറ്ററിലായിരിക്കും ലൊക്കേറ്റ് ചെയ്യുന്നത്. ഗുഡ്സ് ആർ കെപ്റ്റ് ഓൺ റാക്ക് വിത്ത് പ്രൈസ് ആൻഡ് ക്വാളിറ്റി ക്ലിയർലി ലേബിൾഡ് ഇൻ സച്ച് സ്റ്റോർ. നമുക്കറിയാം ഗുഡ്സ് ഒരു റാക്കിൽ ഇങ്ങനെ എന്ത് ചെയ്തിരിക്കുക, അവർ കീപ്പ് ചെയ്തിരിക്കുകയായിരിക്കും അല്ലേ.
അതിൻ്റെ പ്രൈസും ക്വാളിറ്റിയും ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മളതാണ് എന്ത് ചെയ്യുന്നത്, ടേക്ക് ചെയ്യുന്നത്, എടുത്ത് നമ്മൾ കൊണ്ടുവന്ന് ബില്ല് ചെയ്യിക്കുന്നത്. ഗുഡ്സ് ആർ കെപ്റ്റ് ഓൺ ട്രാക്ക് വിത്ത് പ്രൈസ് ആൻഡ് ക്വാളിറ്റി ക്ലിയർലി ലേബിൾഡ് ഓൺ സച്ച് സ്റ്റോർ. കസ്റ്റമേഴ്സ് എൻ്റർ ദ സ്റ്റോർ, പിക്ക് അപ്പ് ദ ഗുഡ്സ് ആസ് പെർ ദ റിക്വയർമെൻറ്റ്, മൂവ് ടു വേസ് ക്യാഷ് കൗണ്ടർ. ഇല്ലേ, നമുക്കുള്ള റിക്വയർമെൻറ്റ്സിലുള്ള ഗുഡ്സ് നമ്മൾ പിക്ക് ചെയ്യുന്നു, നേരെ എന്ത് ചെയ്യുന്നു, ക്യാഷ് കൗണ്ടറിൽ വരുന്നു, മേക്ക് ദ പേയ്മെൻറ്റ് ആൻഡ് ടേക്ക് ഡെലിവറി. പേയ്മെൻറ്റ് നടത്തുന്നു, ഗുഡ്സ് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ദീസ് റീറ്റെയിൽ സ്റ്റോഴ്സ് ഡോണ്ട് ഓഫർ സർട്ടൺ സർവീസസ് സച്ച് ആസ് ഫ്രീ ഹോം ഡെലിവറി, ക്രെഡിറ്റ് ഫെസിലിറ്റീസ് എക്സെട്ര. അല്ലേ, അപ്പോൾ ഈ റീറ്റെയിൽ സ്റ്റോറുകൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, മറ്റ് അതർ സർവീസ് ഫെസിലിറ്റീസും തരണമെന്നില്ല, ഫ്രീ ഹോം ഡെലിവറിയോ ക്രെഡിറ്റ് ഫെസിലിറ്റീസോ ഒന്നും നൽകുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് സൂപ്പർ മാർക്കറ്റ്. അടുത്തതിൻ്റെ ഫീച്ചേഴ്സ് പറയുന്നുണ്ടോ, ഒന്ന് കൺസ്യൂമർ ഗുഡ്സ് ആണെന്നുള്ളതാണ്. സൂപ്പർ മാർക്കറ്റ് ജനറലി ഡീൽ ഇൻ കൺസ്യൂമർ ഗുഡ്സ് സച്ച് ആസ് ഫുഡ് ഐറ്റംസ്, ഗ്രോസറീസ്, യൂട്ടൻസിൽസ്, ക്ലോത്ത്സ്. ദേ ഓൾസോ ക്യാരി ഓൺ കൺവീനിയൻറ്റ് ഗുഡ്സ്. ഇത് നമ്മൾ കൺവീനിയൻ്റ് ആയിട്ടുള്ള കൺസ്യൂമർ ഗുഡ്സുകളാണ് ഇവിടെ ഡീൽ ചെയ്യുന്നുള്ളതാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ട്, വൈഡ് വെറൈറ്റിയാണ്. ബയേഴ്സ് ഗെറ്റ് എ വൈഡ് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് ആസ് പെർ ദെയർ റിക്വയർമെൻറ്റ് അണ്ടർ വൺ റൂഫ് ഇൻ സച്ച് എ മാർക്കറ്റ്. അപ്പോൾ ഒരു റൂഫിൽ തന്നെ വൈഡ് വെറൈറ്റി ഓഫ് ഗുഡ്സ് ഡീൽ ചെയ്യുന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ സെൽഫ് സർവീസ് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. സൂപ്പർ മാർക്കറ്റ് ഫങ്ഷൻസ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് സർവീസ് വിച്ച് റിസൾട്ട് ഇൻ ലോവർ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം സൂപ്പർ മാർക്കറ്റുകളെല്ലാം സെൽഫ് സർവീസിലാണ് റൺ ചെയ്യുന്നത്, അതുകൊണ്ട് ഇവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് വളരെ കുറവാണ്. ലോ പ്രൈസ് ആയിരിക്കും. പ്രോഡക്ട്സ് ആർ പ്രൈസ്ഡ് ലോവർ ആസ് കമ്പയർഡ് ടു അതർ റീറ്റെയിൽ സ്റ്റോർ ബിക്കോസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ബൾക്ക് പർച്ചേസിങ്, ലോവർ ഓപ്പറേഷണൽ കോസ്റ്റ് ആൻഡ് ലോ പ്രോഫിറ്റ് മാർജിൻ ടേക്കൺ. നമുക്കറിയാം ഇവർ ഓപ്പറേഷണൽ കോസ്റ്റ് വളരെ കുറവായിരിക്കും, അതേപോലെ തന്നെ ലോ പ്രോഫിറ്റ് മാർജിനൊക്കെ ആയതുകൊണ്ട് പ്രൈസസ് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് വളരെ ലോ ആയിരിക്കും എന്നുള്ളത് ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സായിട്ടാണ് പറയുന്നത്. അടുത്ത ക്യാഷ് ആൻഡ് ക്യാരി ബേസിസ് ആണ്. ഗുഡ്സ് ആർ സോൾഡ് ഓൺ ക്യാഷ് ബേസിസ് ഉള്ളിയാണ്. നമുക്കറിയാം സൂപ്പർ മാർക്കറ്റിൽ ഇവിടെ ക്യാഷ് ബേസിസിലാണ് ഗുഡ്സ് ഇവിടെ സെയിൽ ചെയ്യുന്നത്. പിന്നെ സെൻട്രൽ ലൊക്കേഷൻ ഉണ്ടാവും. സൂപ്പർ മാർക്കറ്റ്സ് ആർ ജനറലി ലൊക്കേറ്റഡ് അറ്റ് എ സെൻട്രൽ പോയിന്റ്, സോ ദ ബയേഴ്സ് ഗെറ്റ് എ ഈസി ആക്സസിബിലിറ്റി. ഇവർ സെൻട്രൽ ലൊക്കേഷൻ ഉണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സായിട്ടാണ് പറയുന്നത്. അഡ്വാൻറ്റേജ് ഉണ്ടോ, വൺ റൂഫ് ലോ കോസ്റ്റ് എന്നുള്ളതാണ്. സൂപ്പർ മാർക്കറ്റ് ഓഫർ എവരിതിങ് അറ്റ് ലോ കോസ്റ്റ് അണ്ടർ വൺ റൂഫാണ്. എല്ലാ കൺസ്യൂമർ ഐറ്റംസും ഒരു റൂഫിൽ ഒരു കുടക്കീഴിൽ തന്നെ ലഭിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഒരു അഡ്വാൻറ്റേജ് അവർ പറയുന്നത് ദിസ് ഈസ് നോട്ട് ഓൺലി എ കൺവീനിയൻറ്റ് ബട്ട് ഓൾസോ എക്കണോമിക്കൽ ടു ദ ബയേഴ്സാണ്. അപ്പോൾ ഇതൊരു കൺവീനിയൻറ്റ് മാത്രമല്ല, ഇതൊരു എക്കണോമിക്കലായിട്ട് ബയേഴ്സിന് കുറേയും കൂടെ എക്കണോമിക്കലായിട്ട് ഫീൽ ചെയ്യും എന്നുള്ളതൊരു അഡ്വാൻറ്റേജാണ്. അടുത്ത സെൻട്രൽ ലൊക്കേഷനാണ്. ദിസ് പ്രൊവൈഡ് ഈസി ആക്സസിബിലിറ്റി ടു എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ സ്റ്റേയിങ് ഇൻ ദ സറൗണ്ടിങ്സ് ഏരിയ. നമുക്കറിയാം ഒരു സെൻട്രൽ ലൊക്കേഷനിലായിരിക്കും, ധാരാളം ആൾക്കാർ തിങ്ങി പാർക്കുന്ന മേഖലയിലായിരിക്കും സൂപ്പർ മാർക്കറ്റുകൾ എപ്പോഴും സ്ഥാപിക്കുന്നത്. അടുത്ത വൈഡ് സെലക്ഷനാണ്. സൂപ്പർ മാർക്കറ്റ്സ് ഓഫർ വൈഡ് വെറൈറ്റി ഓഫ് ഗുഡ്സ് ഇൻ ഡിഫറൻറ്റ് സൈസ്, കളർ, ഡിസൈൻ എക്സെട്ര വിച്ച് എനേബിൾ ദ ബയേഴ്സ് ടു മേക്ക് എ ബെറ്റർ സെലക്ഷൻ. അപ്പോൾ ബയേഴ്സിന് ബെറ്റർ സെലക്ഷൻസ് ഇവിടെ പോസിബിൾ ആണ്. ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഗുഡ്സ് ഈസ് അവൈലബിൾ ഇൻ ദ സ്റ്റോർ, ക്വാളിറ്റി, സൈസ്, ഓക്കെ, ഡിസൈൻ, അങ്ങനെ വൈഡ് വെറൈറ്റി ഓഫ് ചോയ്സ് ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്. പിന്നെ നോ ബാഡ് ഡെറ്റ് ആണ്. ആസ് ഗുഡ്സ് ആർ സോൾഡ് ഓൺലി ഓൺ ക്യാഷ് ബേസിസ് ആണ്. ഗുഡ്സ് കൂടുതലും വിൽക്കുന്ന ക്യാഷ് ബേസിസിലാണ്. ദർ ഇസ് നോ ക്വസ്റ്റ്യൻ ഓഫ് ലോസ് ബൈ വേ ഓഫ് ബാഡ് ഡെറ്റ്. ബാഡ് ഡെറ്റ് ഉണ്ടാവും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഇവിടെ റൈസ് ചെയ്യുന്നില്ല. ദർ ഇസ് നോ പോസിബിലിറ്റി ഓഫ് ബാഡ് ഡെറ്റ്, അല്ലേ, കാരണം മെയിൻലി ഗുഡ്സ് ആർ സോൾഡ് ഓൺ ക്യാഷ് ബേസിസ്, ദർ ഇസ് നോ പോസിബിലിറ്റി ഓഫ് ബാഡ് ഡെറ്റ്. പോസിബിലിറ്റി ഓഫ് ബാഡ് ഡെറ്റ് എന്നുള്ള സാധ്യത ഇവിടെ റൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പിന്നെ എക്കണോമീസ് ഓഫ് ലാർജ് സ്കെയിലാണ്. ബിക്കോസ് ഓഫ് ഇറ്റ്സ് ലാർജ് സ്കെയിൽ ഇറ്റ് എൻജോയ് ഓൾ ദ ബെനിഫിറ്റ്സ് ഓഫ് ലാർജ് സ്കെയിൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ്, ഹെൻസ് ഇറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആർ ലോവറാണ്. അപ്പോൾ നമുക്ക് ലാർജ് സ്കെയിൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആണ്, അതുകൊണ്ട് ഇവിടെ ഓപ്പറേഷൻ കോസ്റ്റ് വളരെ കുറവാണ് എന്നുള്ളതിൻ്റെ അഡ്വാൻറ്റേജാണ്. ഡിസഡ്വാൻറ്റേജ് ഉണ്ടോ, നോ ക്രെഡിറ്റ്, കടത്തിന് വിൽക്കുന്നില്ല എന്നുള്ളതാണ്. ദേ സെൽ ഓൺ ക്യാഷ് ബേസിസ് ഉള്ളി, നോ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ആർ അവൈലബിൾ ടു ദ ബയേഴ്സ്. ബയേഴ്സിന് ക്രെഡിറ്റ് ഫെസിലിറ്റികൾ ലഭിക്കുന്നില്ല, അതൊരു പോരായ്മയായിട്ടാണ് പറയുന്നത്. നോ പേഴ്സണൽ അറ്റൻഷൻ ആണ്. ദ സെൽഫ് സർവീസ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ മാർക്കറ്റ് റിസൾട്ട് ഇൻ എ ലാക്ക് ഓഫ് പേഴ്സണൽ അറ്റൻഷൻ ഓൺ ദ പാർട്ട് ഓഫ് സെയിൽസ് പീപ്പിൾ. നമുക്കറിയാം സെയിൽസ് പീപ്പിളുമായിട്ടുള്ള ഒരു ഡയറക്റ്റ് കോൺടാക്റ്റോ ലിങ്കോ ഇല്ല, പേഴ്സണൽ കോൺടാക്റ്റ് ഇല്ല, സെൽഫ് സർവീസ് അല്ലേ. അപ്പോൾ അവിടെ ഈ പറയുന്ന 1-2 സ്റ്റാഫേ കാണുകയുള്ളൂ. ദോസ് കമ്മോഡിറ്റീസ് വിച്ച് റിക്വയർ പേഴ്സണൽ അറ്റൻഷൻ ഓഫ് സെയിൽസ് പീപ്പിൾ കനോട്ട് ഹാൻഡിൽഡ് എഫക്റ്റീവ്ലി ബൈ സച്ച് സ്റ്റോർ. അപ്പോൾ ഇവിടെ സെയിൽസ്മാൻ ഇല്ലാത്തതുകൊണ്ട് ആ ഒരു പോരായ്മയാണ് നോ പേഴ്സണൽ അറ്റൻഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് മിസ് ഹാൻഡ്ലിംഗ് ഓഫ് ഗുഡ്സ് ആണ്. കസ്റ്റമേഴ്സ് മേ ഹാൻഡിൽ ഗുഡ്സ് കെപ്റ്റ് ഇൻ ദ ഷെൽസ് ഓഫ് കെയർലെസ്ലി, ദിസ് മേ റേസ് ദ കോസ്റ്റ് ഇൻ സൂപ്പർ മാർക്കറ്റ്. കെയർലെസ്ലി ആയിട്ട് എന്ത് ചെയ്യാം, ഗുഡ്സ് ഇവർ കസ്റ്റമർ ഇത് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ എക്സാമിൻ ചെയ്ത് നോക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന മിസ് ഹാൻഡ്ലിംഗ് ഓഫ് ഗുഡ്സ് വഴി ഉണ്ടാകുന്ന ഡാമേജുകളൊക്കെ ഇവിടെ വളരെ കൂടുതലായിരിക്കും. പിന്നെ ഹൈ ഓവർഹെഡ് എക്സ്പെൻസാണ്. ബിഗ് എമൗണ്ട് ഓഫ് റെൻറ്റ് ഡ്യൂ ടു പ്രൈം ലൊക്കേഷൻ. നമുക്കറിയാം ഒരു മെയിൻ ലൊക്കേഷനിലായിരിക്കും ഒരു സൂപ്പർ മാർക്കറ്റ് ഉള്ളത്, അപ്പോൾ ഇതിൻ്റെ റെൻറ്റ് എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ട് ആയിരിക്കും. ഹ്യൂജ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് വേണം. സൂപ്പർ മാർക്കറ്റ് റൺ ചെയ്യുന്നതിനുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. റിസൾട്ട് ഇൻ ഹൈ ഓവർഹെഡ് എക്സ്പെൻസാണ്. അപ്പോൾ അവിടുത്തെ ദൈനംദിന എക്സ്പെൻസുകൾ വളരെ കൂടുതലായിരിക്കും. ആസ് എ റിസൾട്ട് ദേ ആർ നോട്ട് ഇൻ എ പൊസിഷൻ ടു ക്രിയേറ്റ് എ ലോ പ്രൈസ് അപ്പീൽ എമംഗ് കസ്റ്റമേഴ്സ്. അപ്പോൾ ഇവിടെ ലോ പ്രൈസിൽ എല്ലാ ഗുഡ്സും അവൈലബിൾ ആകും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. പിന്നെ ഹ്യൂജ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റാണ്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് റണ്ണിങ് കോസ്റ്റ് ഓഫ് സൂപ്പർ മാർക്കറ്റ് റിക്വയർ എ ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റാണ്. നമുക്കറിയാം
ഇവിടെ റണ്ണിങ് കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് റണ്ണിങ് കോസ്റ്റ് സൂപ്പർ മാർക്കറ്റിൽ എപ്പോഴും ഹ്യൂജ് എമൗണ്ട് ഈസ് നീഡഡ് ആണ് അല്ലേ, എപ്പോഴും വലിയൊരു എമൗണ്ട് ആവശ്യമായി വരുന്നു. അതിന് സൂപ്പർ മാർക്കറ്റ് ആർ പ്രാക്ടിക്കബിൾ ഇൻ എ ബിഗ് സിറ്റീസ് ഓൺലി വെയർ ടേൺ ഓവർ ഈസ് ഹൈ ബട്ട് നോട്ട് ആൻ സ്മോൾ ടൗൺ. ചെറിയ ടൗണിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ പറയുന്ന സൂപ്പർ മാർക്കറ്റ് റൺ ചെയ്ത് വിജയിപ്പിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഹ്യൂജ് ക്യാപിറ്റൽ ഉണ്ടാവണം എന്നുള്ളതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് പറയുന്നത്. ഇനി വെൻഡിങ് മെഷീൻസ് ആണ്. A vending machine is a new form of retailing wherein goods are sold through a machine operated through a coin or token ആണ്. അപ്പോൾ കോയിനോ ടോക്കണോ വഴി എന്ത് ചെയ്യുന്ന ഒരു ന്യൂ മെത്തേഡ് ഓഫ് റീറ്റെയിലിംഗ് ബിസിനസ്സാണ് ഇവിടെ വെൻഡിങ് മെഷീൻ സെയിൽ എന്ന് പറയുന്നത് അല്ലേ. അതായത് എ റെവല്യൂഷൻ ഓഫ് ദ മാർക്കറ്റിംഗ് മെത്തേഡ് ഈസ് ദ എമർജൻസ് ഓഫ് വെൻഡിങ് മെഷീൻ. അപ്പോൾ നമുക്കറിയാം വെൻഡിങ് മെഷീൻ്റെ എമർജൻസ് വഴി അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഒരു പുതിയ റെവല്യൂഷനാണ്, മാർക്കറ്റിംഗ് രംഗത്ത് തന്നെ ഒരു വലിയൊരു വിപ്ലവമാണെന്നാണ് പറയുന്നത്. ദീസ് ആർ കോയിൻ ഓപ്പറേറ്റഡ് മെഷീൻ ഫൗണ്ട് വെരി സ്യൂട്ടബിൾ ഇൻ സെല്ലിംഗ് പ്രോഡക്ട്സ് ലൈക്ക് ഹോട്ട് ബിവറേജസ്, പ്ലാറ്റ്ഫോം ടിക്കറ്റ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ന്യൂസ് പേപ്പർ എക്സെട്ര. ഉണ്ടോ, ഇങ്ങനെയുള്ള ചില ഐറ്റംസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറയും, വെൻഡിങ് മെഷീൻ വഴി നമുക്ക് കണ്ടില്ലേ, പെപ്സി, കൊക്കക്കോള ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ, അതുപോലെ പ്ലാറ്റ്ഫോം ടിക്കറ്റുകളെ, സോഫ്റ്റ് ഡ്രിങ്ക്സുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെൻഡിങ് മെഷീൻ വഴി സെയിൽ ചെയ്യാൻ പറ്റും. അനദർ ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് വെൻഡിങ് മെഷീൻ ഈസ് ദ ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. ATM മോഡിലാണ് ഇത് പ്രവർത്തിക്കുന്നത് അല്ലേ, ഇൻ ദ ബാങ്കിങ് ബിസിനസ്. ബാങ്കിങ് ബിസിനസ് ATM മോഡിലാണ് ഈ വെൻഡിങ് മെഷീൻ്റെ പ്രവർത്തനങ്ങളൊക്കെ. വെൻഡിങ് മെഷീൻസ് ആർ എസ്പെഷ്യലി യൂസ്ഫുൾ ഫോർ സെല്ലിംഗ് ഫ്രീ പാക്ക്ഡ് ഐറ്റംസ് ഓഫ് ലോ പ്രൈസ്ഡ് പ്രോഡക്ട്സ് ആണ്. നമുക്കറിയാം സെല്ലിംഗ് ലോ പാക്ക്ഡ് പ്രോഡക്ട്സ് ആണ്. നമുക്ക് ഈ എന്ത് ചെയ്യുന്നത്, ഫ്രീ പാക്ക്ഡ് ഐറ്റംസ് ഓഫ് ലോ പ്രൈസ് പ്രോഡക്ട്സുകളാണ് വെൻഡിങ് മെഷീൻ വഴി വിറ്റഴിക്കുന്നത്. വിത്ത് എ യൂണിഫോം സൈസ് ആൻഡ് വെയിറ്റ്, ഒരേ സൈസും വെയിറ്റുമുള്ള പ്രോഡക്ട്സുകളെ ഈ വെൻഡിങ് മെഷീൻ വഴി വിറ്റഴിക്കാൻ പറ്റും. ഇനിഷ്യൽ കോസ്റ്റ് ഓഫ് മെഷീൻ ഓഫ് ആൻഡ് ഇറ്റ്സ് മെയിൻ്റനൻസ് ഈസ് ചാർജ് ഓൺ റെഗുലർ ബേസിസ് ഓൺ റിപ്പയർ ആർ ക്വൈറ്റ് ഹൈ ആണ്. പിന്നെ ഇൻസ്റ്റലേഷനും ഇതിൽ മെയിൻ്റനൻസും ഒക്കെ ആദ്യം സമയങ്ങളിൽ വളരെ കൂടുതലായിരിക്കും. അനദർ ഡ്രോബാക്ക് ഈസ് ദ കൺസ്യൂമേഴ്സ് കനോട്ട് സീ ദ പ്രോഡക്ട്സ് ബിഫോർ ബൈയിങ്. കാരണം വേറൊരു പോരായ്മയായിട്ട് പറയുന്നത്, ഈ പ്രോഡക്ട്സ് വാങ്ങുന്നതിന് മുന്നേ കൺസ്യൂമറിന് ഈ പ്രോഡക്ട്സിനെ കുറിച്ച് കൂടുതൽ എക്സാമിൻ ചെയ്യാനുള്ള അവസരം ഇവിടെ ലഭിക്കുന്നില്ല എന്നുള്ളത് പോരായ്മയാണ്. നോ റിട്ടേൺ ഓഫ് ഗുഡ്സ് ഈസ് ഓൾസോ പോസിബിൾ. കാരണം നമുക്ക് ഈ ഗുഡ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് റിട്ടേൺ ചെയ്യാൻ കഴിയുന്നതുമില്ല. In spite of these limitations, vending machine have become a popular in retail sales of high turnover, uniform size and low priced പ്രോഡക്ട്സുകൾക്കാണ് ഇത് കൂടുതലും യൂസ്ഫുൾ ആവുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് GST. Only on July 1, 2017, Government of India, following the principle of one nation one tax അല്ലേ, നമുക്ക് 2017 ജൂലൈ 1 നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് വൺ നേഷൻ വൺ ടാക്സ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ അവതരിപ്പിക്കുന്നത്. ഇൻട്രൊഡ്യൂസ് ദ GST ടു എൻഷുർ സ്മൂത്ത് ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അക്രോസ് ദ കൺട്രി. നമ്മുടെ രാജ്യം മൊത്തത്തിൽ എന്ത് ചെയ്യുന്നു, സ്മൂത്ത് ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്, സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യുന്നതിനാണ് GST ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു രാജ്യം ഒരു നികുതി എന്ന പ്രിൻസിപ്പിളാണ്. ദിസ് റെവല്യൂഷണറി ടാക്സ് റിഫോം ഈസ് ബെനിഫിഷ്യൽ ടു ഓൾ മാനുഫാക്ചേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, ഇൻവെസ്റ്റേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. അപ്പോൾ ഇത് കുറേ കൂടെ ബെനിഫിഷ്യലാണ് ആർക്കൊക്കെ, പ്രൊഡ്യൂസേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും കൺസ്യൂമേഴ്സിനും എല്ലാം കൂടെ ബെനിഫിറ്റ് ഉള്ളതാണ്. എഫക്റ്റീവ് ടാക്സേഷൻ പ്രൊവൈഡ് റവന്യൂ ടു ദ ഗവൺമെൻറ്. എഫക്റ്റീവായിട്ട് ടാക്സ് സിസ്റ്റം ആയിട്ട് ഗവൺമെൻറ് വരുമാനം ലഭിക്കും. അറ്റ് ദ സെയിം ടൈം റെൻഡേഴ്സ് ദ സ്റ്റേറ്റ് അക്കൗണ്ടബിൾ ടു ടാക്സ് പേയേഴ്സ്. അപ്പോൾ ഗവൺമെൻറ്റിന് ടാക്സ് കിട്ടുന്നു, അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് ടാക്സ് എന്ത് ചെയ്യുന്നു, ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുക്കേണ്ടതായിട്ട് വരുന്നു. No doubt proper utilization of revenue facilities, fulfillment of social objectives, sustainable development. അപ്പോൾ ഈ രീതിയിൽ നികുതി പിരിക്കുന്നതുകൊണ്ട് സോഷ്യൽ ഡെവലപ്മെൻറ്റിന് കുറേ കൂടെ സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു നികുതി ഘടനയാണ് GST എന്ന് പറയുന്നത്. GST ഈസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് സിംഗിൾ ടാക്സ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസ് റൈറ്റ് ഫ്രം ദ പ്രൊഡ്യൂസേഴ്സ് ടു ഫൈനൽ കൺസ്യൂമറാണ്. അപ്പോൾ നമുക്കറിയാം GST എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ സിംഗിൾ ടാക്സ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസാണ്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും സിംഗിൾ ടാക്സ് പ്രൊവിഷൻ ഓഫ് ടാക്സ് സിസ്റ്റമാണ്. റൈറ്റ് ഫ്രം ദ പ്രൊഡ്യൂസർ ടു ദ ഫൈനൽ കൺസ്യൂമർ. പ്രൊഡ്യൂസർ മുതൽ ഫൈനൽ കൺസ്യൂമർ വരെ ഒരു സിംഗിൾ ടാക്സ് സിസ്റ്റമാണ് GST എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് റീപ്ലേസ് ദ മൾട്ടിപ്പിൾ ഇൻഡയറക്റ്റ് ടാക്സ് ലെവീഡ് ബൈ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. നമുക്കറിയാം സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും വ്യത്യസ്ത രീതിയിലുള്ള മൾട്ടിപ്പിൾ ടാക്സ് സിസ്റ്റം അവോയ്ഡ് ചെയ്തുകൊണ്ടാണ് ഏത് കൊണ്ടുവരുന്നത്, GST കൊണ്ടുവരുന്നതാണ് പറയുന്നത്. ഇറ്റ് ഹാസ് ടേൺഡ് ദ എൻറ്റയർ കൺട്രി ഇൻ ടു എ യൂണിഫൈഡ് മാർക്കറ്റ്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് എല്ലായിടത്തും എന്ത് ചെയ്യുന്നു, ഒരേ ടാക്സ് സിസ്റ്റമാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത്. ന്യൂ ടാക്സ് സിസ്റ്റം മേക്ക് എ ടാക്സ് പേയ്മെൻറ്റ് ഈസി ആൻഡ് കൺവീനിയൻറ്റ് ഫോർ ദ ടാക്സ് പെയർ, റെഡ്യൂസ് ടാക്സ് ബർഡൻ. അപ്പോൾ ഈ പുതിയ ടാക്സ് സിസ്റ്റം എന്ന് പറയുന്നത് കുറേ കൂടി കൺവീനിയൻ്റ് ആണ് ടാക്സ് പെയർക്കും, റെഡ്യൂസ് ഓഫ് ടാക്സ് ബർഡൻ, മിനിമൈസ് ടാക്സ് ഇവേഷൻ ആൻഡ് ഇംപ്രൂവ് ദ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ടാക്സ് വെട്ടിയിലും ഒക്കെ ഇത് കുറയ്ക്കുന്നതിനും അതേപോലെ തന്നെ നമ്മുടെ ടാക്സ് അഡ്മിനിസ്ട്രേഷനൊക്കെ കുറേ കൂടി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സഹായിച്ചു. ഇറ്റ് ഹാസ് റീപ്ലേസ് 17 ഇൻഡയറക്റ്റ് ടാക്സാണ്.
17 ഇൻഡയറക്റ്റ് ടാക്സുകൾ ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് 8 അതുപോലെ ഇവിടെ 17 എന്താണെന്ന് പറയുന്നുണ്ട് 8 സെൻട്രൽ ആൻഡ് 9 സ്റ്റേറ്റ് ടാക്സ് ആൻഡ് 23 സെൻട്രൽ സ്റ്റേറ്റ് സെസ്സസ് thereby eliminating the submission of multiple tax return as assessment. നമുക്കറിയാം ഈ പറയുന്ന പല തരത്തിലുള്ള ഇൻഡയറക്റ്റ് ടാക്സുകൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഇങ്ങനെ കുറേ ഇൻഡയറക്റ്റ് ടാക്സുകൾ ഒഴിവാക്കിയിട്ട് മൾട്ടിപ്പിൾ ടാക്സ് സിസ്റ്റം ആയിരുന്നു അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് GST ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പ്രൊവിഷൻ ഫോർ ഇൻപുട്ട് ക്രെഡിറ്റ് ആൻഡ് എവറി സ്റ്റേജ് ഓഫ് ദ വാല്യൂ ചെയിൻ പ്രിവെൻറ്റ് കാസ്കാഡിംഗ് ടാക്സ് എഫക്റ്റ്. നമുക്കറിയാം ഇവിടെ പ്രൊവിഷൻ ഫോർ ഇൻപുട്ട് ക്രെഡിറ്റ് അവൈലബിൾ ആണെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഈ എന്ത് ചെയ്യുന്നു ടാക്സ് വെട്ടിക്കാനുള്ള ടെൻഡൻസി ഇവിടെ കുറയുന്നു. ആൻഡ് കൺസ്യൂമർ ബെനിഫിറ്റ്സ് ത്രൂ ലോവർ കമ്മോഡിറ്റി പ്രൈസസ്. കൺസ്യൂമേഴ്സിന് ഗുഡ്സ് ലോവർ പ്രൈസിൽ കിട്ടുന്നതിന് ഇത് കുറേ കൂടെ സാധ്യത വർദ്ധിപ്പിക്കുന്നുള്ളതാണ് പറയുന്നത്. ഇനി സം ഫാക്ട്സ് അബൌട്ട് GST ആണ്. GST റീപ്ലേസസ് സെവറൽ ടാക്സസ് ആൻഡ് സെസ്സസ് ഹെൻസ് ഗുഡ്സ് ആർ യൂണിഫോംലി പ്രൈസ്ഡ് അറ്റ് ഓവർ ദ കൺട്രി. നമുക്ക് കണ്ടോ പലതരത്തിലുള്ള ഇൻഡയറക്റ്റ് ടാക്സുകൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് രാജ്യത്തെല്ലായിടത്തും ഒരേ രീതിയിലുള്ള ടാക്സ് രീതിയിൽ ഗുഡ്സ് കിട്ടുന്നുള്ളതാണ് ഒന്നാമത്തെ പ്രത്യേകത പറയുന്നത്. 2 GST മേക്ക് ലക്ഷറി ഗുഡ്സ് കോസ്റ്റ്ലിയർ. GST എപ്പോഴും ലക്ഷറി ഗുഡ്സ് കോസ്റ്റ്ലിയറാണ്. അപ്പോൾ നമുക്കറിയാം ലക്ഷറി ആയിട്ടുള്ള ഗുഡ്സ് ഉപയോഗിക്കുന്നവർക്ക് അതിനനുസരിച്ചുള്ള ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരുന്നു. വൈൽ മാസ് കൺസംഷൻ ഐറ്റം ബിക്കം ചീപ്പർ. അപ്പോൾ മാസ് കൺസംഷൻ ഐറ്റംസിന് ചീപ്പ് റേറ്റിലുള്ള GST ആണ് ചാർജ് ചെയ്യുന്നത്. പിന്നെ GST പറയുന്നത് GST ഈസ് എ ഡെസ്റ്റിനേഷൻ ഓർ കൺസംഷൻ ടാക്സാണ്. ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ കൺസംഷൻ ടാക്സാണ് GST എടുക്കുന്നത്. അത് GST നെറ്റ്വർക്ക് ഈസ് എ സെൽഫ് റെഗുലേറ്റിംഗ് മെക്കാനിസമാണ്. GST നെറ്റ്വർക്ക് എപ്പോഴും സെൽഫ് റെഗുലേറ്റിംഗ് നമ്മൾ സ്വയം നിയന്ത്രിച്ചുകൊണ്ടുള്ള ഒരു മെക്കാനിസമാണ് ഇവിടെ വരുന്നത്. ഇറ്റ് സ്റ്റോപ്പ് ടാക്സ് ഫ്രോഡ് ആൻഡ് ഇവേഷനാണ്. ഇവിടെ നമുക്കറിയാം ടാക്സ് ഫ്രോഡോ ഇവേഷനോ ഒക്കെ ഉണ്ടെങ്കിൽ സ്വയമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് തന്നെ നിയന്ത്രിക്കാം. ടാക്സ് വെട്ടിയിട്ട് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ സഹായിക്കുന്നുണ്ട്. GST ഈസ് എ ആൻറ്റി പ്രോഫിറ്ററിങ് മെഷേഴ്സ് വിച്ച് പേയ്മെൻറ്റ് പ്രോഫിറ്ററിങ് ഇറ്റ് ലീഡ്സ് ടു പ്രൈസ് റിഡക്ഷൻ. നമുക്കറിയാം ഇവിടെ ആൻറ്റി പ്രോഫിറ്ററിങ് മെഷേഴ്സാണ്. അതിൻ്റെ പ്രിവെൻറ്റ് പ്രോഫിറ്ററിങ് ഓവർ പ്രോഫിറ്റ് എടുക്കുന്നതൊക്കെ തടയുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് പ്രൈസ് റെഡ്യൂസ് ചെയ്യുന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയും. അടുത്ത പറയുന്നത് ഹൗ ഡസ് ദ GST ബെനിഫിറ്റ് ടു ടാക്സ് പെയർ. ടാക്സ് പെയർക്ക് എങ്ങനെയാണ് GST ബെനിഫിറ്റ് ആണെന്ന് പറയുന്നത്. ഒന്ന് റെഡ്യൂസ്ഡ് ഓവറോൾ ടാക്സ്. മൊത്തത്തിലുള്ള ഓവറോൾ ടാക്സ് കുറഞ്ഞു. നോ ഹിഡൻ ടാക്സസ് എന്ന് വെച്ചാൽ ഒളിഞ്ഞിരിക്കുന്ന ടാക്സുകൾ ഇവിടെ ഇല്ല. ഹാർമോണിയസ് നാഷണൽ മാർക്കറ്റ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. രാജ്യത്തെല്ലായിടത്തും ഒരേപോലുള്ള സാധനത്തിനും സേവനത്തിനും ഒരേ ടാക്സാണ്. വൈഡർ ചോയ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. പല രീതിയിലുള്ള ചോയ്സ് ഉണ്ട് ഗുഡ്സിനും സർവീസിനും. ഇൻക്രീസ്ഡ് എക്കണോമിക് ആക്ടിവിറ്റിയാണ്. നമ്മുടെ സാമ്പത്തിക ആക്ടിവിറ്റികൾ കൂടുതൽ വർദ്ധിപ്പിച്ചു. മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. മോർ ഡിസ്പോസിബിൾ ഇൻകം ഇൻ ഹാൻഡ്. അപ്പം നമ്മുടെ ഡിസ്പോസിബിൾ ഇൻകം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിച്ചേരുന്നതിന് സഹായിച്ചിട്ടുണ്ട്. ഇനി കീ ഫീച്ചേഴ്സ് കുറേ കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ GST കൗൺസിൽ കാര്യങ്ങളൊക്കെ അല്ലേ. കീ ഫീച്ചേഴ്സ് നോക്കി. ഒന്ന് ആപ്ലിക്കേഷൻ ദ എൻ്റർ കൺട്രി ഇൻക്ലൂഡിങ് ജമ്മു ആൻഡ് കാശ്മീർ അല്ലേ. മറ്റേ എക്സ്ക്ലൂഡിങ് ജമ്മു ആൻഡ് കാശ്മീർ ആണ്. ഇപ്പോൾ എല്ലായിടത്തും ജമ്മു ആൻഡ് കാശ്മീർ ഉൾപ്പെടെയാണ്. പിന്നെ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് കൺസ്ട്രക്ഷൻ ടാക്സ് ആണ്. പിന്നെ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് കൺസിഡേർഡ് ആസ് ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ ഉണ്ടോ. ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് കൺസിഡേർഡ് ആസ് എ ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ ആണ്. ഇമ്പോർട്ട് ഓഫ് ഗുഡ്സും സർവീസും സാധനങ്ങൾ ഇറക്കുമതിയോ കാര്യങ്ങളൊക്കെ വന്നത് ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ ആണ്. ഹെൻസ് ആപ്ലിക്കബിൾ ഇൻ അഡീഷൻ ടു കസ്റ്റംസ് ഡ്യൂട്ടീസ്. അപ്പോൾ ഇത് കസ്റ്റംസ് ഡ്യൂട്ടിക്ക് ആപ്ലിക്കബിൾ ആയിട്ട് മാറും. അതുപോലെ തന്നെ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഫിക്സ് ദ റേറ്റ് ഓഫ് CGST SGST അല്ലേ. IGST CGST എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. SGST സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. IGST ഇൻറ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് കേട്ടോ. അടുത്ത 4 ടാക്സസ് ആണ് 5, 12, 18 and 28. ഇപ്പോൾ അതില്ല. 5, 12, 18 തുടക്കത്തിലുള്ളത്. 18, 28. ഇപ്പോൾ എന്തില്ല. ഇപ്പോൾ 2 ടാക്സേ ഉള്ളൂ. 5ഉം 18 ഉള്ളൂ കേട്ടോ. 5ഉം 18 ഉള്ളൂ കേട്ടോ. 2 ടാക്സസേ ഉള്ളൂ ഇപ്പോൾ. പിന്നെ സീറോ റേറ്റഡ് എക്സ്പോർട്ട് ആൻഡ് സപ്ലൈഡ് ടു സെസ് ആണ്. അതുപോലെ സീറോ റേറ്റഡ് എക്സ്പോർട്ടും അതുപോലെ തന്നെ ഈ സ്പെഷ്യൽ എക്കണോമിക് സോണുകൾക്ക് ഉള്ളതും കുറേ ടാക്സ് ബർഡൻസ് റെഡ്യൂസിലുണ്ട്. പിന്നെ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ടാക്സ് പേയ്മെൻ്റ് ഉണ്ട്. ഇൻ്റർനെറ്റ്, ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡ്, NEFT, RT അങ്ങനെ പല രീതിയിലുള്ള മോഡ്സ് ഓഫ് ടാക്സ് പേയ്മെൻറ്റുകളും വരുന്നുണ്ട്. GST കൗൺസിൽ ഉണ്ടോ. ചെയർപേഴ്സൺ ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും എപ്പോഴും അല്ലേ. വൈസ് ചെയർപേഴ്സൺ ചൂസൺ ഫ്രം ദ സ്റ്റേറ്റ് ഗവൺമെൻറ് മിനിസ്റ്റേഴ്സാണ്. അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിലെ മിനിസ്റ്റേഴ്സിൽ നിന്നാണ് ചൂസ് ചെയ്യുന്നത്. മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഫിനാൻസ് ആൻഡ് മിനിസ്റ്റേഴ്സാണ്. കോറം 50% ടോട്ടൽ മെമ്പേഴ്സ് കോറം വേണം. വെയിറ്റേജ് 2/3 സ്റ്റേറ്റും 1/3 സെൻറ്ററും ആയിരിക്കണം കേട്ടോ. ഡിസിഷൻ ടേക്കിംഗ് മെജോറിറ്റി 75% ആണ്. കൗൺസിൽ ഇറ്റ് മേക്ക് റെക്കമെൻഡേഷൻ ഓൺ GST റിലേറ്റഡ് മാറ്റേഴ്സാണ് കൗൺസിലാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ റോൾ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി അസോസിയേഷൻ പ്രൊമോഷൻ ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് ആണ് കേട്ടോ. Association of Commerce and Industries are formed to promote the protect their
കോമൺ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അസോസിയേഷൻ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഫോം ചെയ്തിട്ടുണ്ട് നമ്മൾ. എന്തിനു വേണ്ടിയാണ്? പ്രൊമോട്ട് ആൻഡ് പ്രൊട്ടക്ട് ദ കോമൺ ഇൻട്രസ്റ്റ് ആണ്. പൊതുവായിട്ടുള്ള ഇൻഡസ്ട്രികൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിരിക്കുന്നത്. അസോസിയേഷൻ ദാറ്റ് ആർ പ്രസൻറ്റ് ഇൻ അവർ കൺട്രി ആർ അസോസിയേറ്റഡ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. ഉണ്ടോ? ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞുകൊണ്ടാണ് ASSO HAM എന്ന് പറഞ്ഞിട്ടേക്കുന്നുണ്ടോ? കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ആൻഡ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. ഉണ്ടോ? ദീസ് 3 ആർ നാഷണൽ ലെവൽ അസോസിയേഷൻ ആക്ട് ഗൈഡൻസ് ഓഫ് ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. അപ്പോൾ ഈ 3 സംഘടന ഉണ്ടാവും. അപ്പോൾ ഇത് ഗൈഡൻസ് ഓഫ് ട്രേഡ്, ട്രേഡിനെ സഹായിക്കുന്നു, കൊമേഴ്സ് വ്യാപാരത്തെ സഹായിക്കുന്നു, അതേപോലെ തന്നെ ഇൻഡസ്ട്രി വ്യവസായത്തെ സഹായിക്കാൻ വേണ്ടിയാണ്. ദീസ് അസോസിയേഷൻ മേക്ക് എ നെഗോസിയേഷൻ വിത്ത് ഗവൺമെൻറ് റിലേറ്റിംഗ് ടു മാറ്റേഴ്സ് കണക്റ്റഡ് വിത്ത് ദ ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി. ഈ അസോസിയേഷനാണ് ഗവൺമെൻറ്റുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നത്. ട്രേഡിനെയും ഇൻഡസ്ട്രിയെയും പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള നെഗോസിയേഷൻ നടത്തുന്ന ഈ സംഘടനയാണ്. ഗവൺമെൻറ് അറ്റ് ദ ടൈം ഓഫ് പ്രസൻറ്റേഷൻ ഓഫ് ബഡ്ജറ്റ് യൂഷ്വലി കൺവീൻ മീറ്റിംഗ് ഓഫ് ദീസ് അസോസിയേഷൻ ആൻഡ് അക്സെപ്റ്റ് ദ സജഷൻ. ഉണ്ടോ? അപ്പോൾ ഗവൺമെൻറ് ബഡ്ജറ്റൊക്കെ തയ്യാറാക്കുമ്പോൾ ഇവരുമായിട്ട് എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. മീറ്റിംഗ് നടത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ബഡ്ജറ്റൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇവരുടെ സജഷൻ എന്ത് ചെയ്യും? ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ദീസ് അസോസിയേഷൻ യൂഷ്വലി ഇൻ്റർവെൻ ഇൻ ദ ഫോളോയിങ് മാറ്റേഴ്സ് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. ഈ സംഘടന എങ്ങനെയാണ് ട്രേഡിനെയും കൊമേഴ്സിനെയും ഇൻഡസ്ട്രിയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ളത് താഴെ പറയാം. ദേ ആർ: 1. ഇൻട്രസ്റ്റേറ്റ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഉണ്ട്. The Chamber of Commerce and Industry help to activities related to interstate movement of goods such as registration of vehicle, surface transport policies and construction of highway and roads. അപ്പോൾ അതാണ് ഇൻറ്റർസ്റ്റേറ്റ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഉണ്ടല്ലോ, ആ രീതിയിൽ ഇവിടെ ഒരു സഹായം ഇവർ ചെയ്യുന്നുണ്ട്. അടുത്ത ഒക്ട്രോയ് ആൻഡ് അതർ ലോക്കൽ ലെവീസ് ഉണ്ടല്ലോ. ഒക്ട്രോയ് ആൻഡ് ലോക്കൽ ടാക്സസ് ആർ കളക്റ്റഡ് ഓൺ ദ ഗുഡ്സ് ആൻഡ് ഫ്രം പീപ്പിൾ എൻറ്ററിങ് ദ സ്റ്റേറ്റ് ഓർ മുനിസിപ്പൽ ലിമിറ്റ്സ്. The Chamber of Commerce should ensure that imposition of such levies will in no way affect the smooth transportation and local trade. ഇപ്പോൾ ലോക്കൽ ട്രേഡിനെയും സ്മൂത്തായിട്ട് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ GST ആൻഡ് വാല്യൂ ആഡ് ടാക്സ് ഉണ്ട്, വാറ്റ് എന്ന് പറയും കേട്ടോ. ദ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഇൻറ്ററാക്ട് വിത്ത് ദ ഗവൺമെൻറ് ഇൻ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് GST. ഇപ്പോൾ ചേംബർ ഓഫ് കൊമേഴ്സുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തിട്ടാണ് ഈ GST ഒക്കെ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വിത്ത് സജഷൻസ് ആൻഡ് ചേഞ്ച് ടു ബി അഡോപ്റ്റഡ് ആസ് വെൽ ആസ് ഇൻ ദ വാല്യൂ ആഡ് ടാക്സ്. അപ്പോൾ വാല്യൂ ആഡ് ടാക്സിനകത്തുള്ള എന്തെങ്കിലും ചേഞ്ചസോ സജഷനോ ഒക്കെ ഇവർ എന്ത് ചെയ്യും? ഈ പറയുന്ന ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്യും. ആൻഡ് പോയിൻ്റ് ഔട്ട് ദ അനോമാലിറ്റീസ്, എന്തെങ്കിലും ചേഞ്ചുകളുണ്ടെങ്കിൽ മാറ്റിക്കൊണ്ടാണ് ഇൻട്രസ്റ്റ് ചെയ്യുന്നത്. അടുത്ത മാർക്കറ്റിംഗ് ഓഫ് അഗ്രോ പ്രോഡക്ട്സ് ആൻഡ് റിലേറ്റഡ് ഇഷ്യൂസാണ്. ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ടൈമിൽ ഇൻട്രാക്ട് വിത്ത് ദ കൺസേൺഡ് ഏജൻസീസ് ലൈക്ക് ഫാമിംഗ് കോപ്പറേറ്റീവ് ആൻഡ് ഹെൽപ്പ് ഇൻ മാർക്കറ്റിംഗ് അഗ്രോ പ്രോഡക്ട്സാണ്. ഫാമിംഗ് പ്രോഡക്ട്സുകൾ ഡീൽ ചെയ്യുന്നവരല്ലേ, അവർക്ക് വേണ്ടി. അടുത്ത വെയ്റ്റ് ആൻഡ് മെഷേഴ്സ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് ബ്രാൻഡാണ്. ദ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഇൻട്രാക്ട് വിത്ത് ദ ഗവൺമെൻറ് ടു ടേക്ക് എ മെഷേഴ്സ് സച്ച് ആസ് ഫോർമുലേറ്റിംഗ് ലോസ് ആൻഡ് ടേക്കിംഗ് ആക്ഷൻ അഗൻസ്റ്റ് ദോസ് ഹു വയലേറ്റ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻ റിലേറ്റിംഗ് ടു വെയ്റ്റ് ആൻഡ് മെഷേഴ്സോ ആൻഡ് ബ്രാൻഡ്. നമുക്കറിയാം തൂക്കത്തിൽ വെട്ടിപ്പീരൊക്കെ വരുന്നില്ലേ, ബ്രാൻഡുകൾ തിരിച്ചു മറി നടത്തുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അതങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ഗവൺമെൻറ് സഹായിക്കുന്നു. പിന്നെ പ്രൊമോട്ടിംഗ് സൗണ്ട് ഇൻഫ്രാസ്ട്രക്ചറാണ്. A sound infrastructure like a road, port, electricity, railway etc. play a major role in the development of the trade. ട്രേഡിന് വേണ്ടുന്ന മെയിൻ ഇൻഫ്രാസ്ട്രക്ചറുകളാണ് അതിൽ ഇതൊക്കെ. റോഡ് വേണം, നല്ല പോർട്ടുകൾ വേണം, ഇലക്ട്രിസിറ്റി വേണം അല്ലേ. ദ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഇൻ കൊളാബറേഷൻ വിത്ത് ദ ഗവൺമെൻറ് ഈസ് ടേക്കിംഗ് എ പ്രോജക്റ്റ്. അപ്പോൾ ഈ ചേംബർ ഓഫ് കൊമേഴ്സ് ഗവൺമെൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അല്ല അവരുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് പല പ്രോജക്റ്റുകൾ ഏറ്റെടുക്കും. വിച്ച് ഇൻവോൾവ് ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് സച്ച് ആസ് റോഡ്, എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ. ഇതൊക്കെ നിർമ്മിക്കുന്നതിന് കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്? ചേംബർ ഓഫ് കൊമേഴ്സോട് ഗവൺമെൻറ്റോട് കൈകോർത്താണ് ചെയ്യുന്നത്. പിന്നെ ലേബർ ലെജിസ്ലേഷൻസ് ആണ്. ദ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഇൻട്രാക്ട് വിത്ത് ദ ഗവൺമെൻറ് ഓൺ ഇഷ്യൂ ലൈക്ക് ലേബർ ലോ, റിട്രെഞ്ച്മെൻറ്റ്. എ ഫ്ലെക്സിബിൾ ലേബർ ലെജിസ്ലേഷൻ ഈസ് ഹെൽപ്പ് ഫോർ റണ്ണിങ് ദ ഇൻഡസ്ട്രി സ്മൂത്ത്ലി ആൻഡ് ജനറേറ്റിംഗ് എംപ്ലോയ്മെൻറ്റ്. അപ്പം ഈ പറയുന്ന ലേബർ ലെജിസ്ലേഷൻ ഈ ലേബേഴ്സ് നിയമങ്ങളെ കൊണ്ടുവരണ്ടേ ലേബേഴ്സിനെ, അപ്പോൾ അതിനുള്ള കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെൻറ് ഇവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ ഇത്രയും ഈ ചാപ്റ്റർ? അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കണം. ക്ലിയർ ആണല്ലോ? ഓക്കെ.